റേഡിയോ മാഗസിനിൽ നമുക്കൊരു അതിഥി എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ശ്രീ KV ഷംസുദ്ദീൻ. അദ്ദേഹം ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ സ്ഥാപകനാണ്. മാത്രമല്ല പല വേദികളിലും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ UAE അങ്ങോളം ഇങ്ങോളം നമുക്ക് പരിചിതനായ കോഴിക്കോടുകാരനായ ശ്രീ KV ഷംസുദ്ദീനെയാണ് ഇന്ന് സ്നേഹത്തോടെ നമ്മൾ റേഡിയോ മാഗസിനിലേക്കും വോയിസ് ഓഫ് കേരള കുടുംബത്തിലേക്കും സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം സർ. താങ്ക് യു. എനിക്ക് തോന്നുന്നു അങ്ങ് പ്രവാസി മലയാളികൾക്കിടയിൽ, സ്പെഷ്യലി UAE മലയാളികൾക്കിടയിൽ വളരെയധികം പരിചിതനാണ്. പല വേദികളിൽ മാത്രമല്ല GCC കൺട്രീസിൽ മുഴുവൻ 384 ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. തീർച്ചയായിട്ടും എന്റെ അടുത്ത് കുറച്ചു മുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണിൽ ഇങ്ങനെ ഇടതിടവില്ലാതെ കോൾസും മെസ്സേജും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വന്നത് മുഴുവനും എനിക്ക് തോന്നുന്നു ബഹ്റൈനിൽ നിന്നും സൗദിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ ആയിരുന്നു, ഖത്തറിൽ നിന്നും ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. യെസ്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ആകുലത, വ്യാകുലത ഒക്കെ നേരിടുന്ന സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൽ തന്നെ നാട്ടിലിപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ പ്രവാസികളെ സംബന്ധിച്ചുള്ള കുറെ വിഷമങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. പ്രവാസികളെ സംബന്ധിച്ച് നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം, പ്രവാസികളായിട്ടുള്ള എല്ലാവരും നാട്ടിൽ നിന്ന് വരുമ്പോൾ കറൻസി കൊണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ വീണ്ടും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഫ്ലൈറ്റൊക്കെ രാത്രിയാണ്. ആ സമയത്ത് പെട്ടെന്ന് പണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടെല്ലാം പണം കയ്യിൽ വെക്കുന്നത് നാട്ടിൽ തിരിച്ചു ചെന്നാൽ ഇമ്മീഡിയറ്റ് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കയ്യിൽ വെക്കുന്നത്. അത് മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനം GCC കൺട്രീസിൽ ഇല്ല. അതാണ്. അപ്പോൾ നമുക്ക് അതിനെ നേരിടാൻ നാട്ടിലേക്ക് പോകുന്ന സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്തുവിടുക, അവരെ കൊണ്ട് അത് മാറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊടുത്ത് അങ്ങനെ മാറ്റിക്കുക എന്നുള്ള സംവിധാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. രണ്ടാമത്, ഇവിടെ സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിനോട് ഞാൻ ഒരു റെപ്രസെന്റേഷൻ എല്ലാം അയച്ചിട്ടുണ്ട്. GCC കൺട്രീസിൽ പ്രത്യേകിച്ചും ഉള്ള ഇന്ത്യൻ ബാങ്കുകൾ, മിക്കവാറും എല്ലാ സ്ഥലത്തും ഇന്ത്യൻ ബാങ്കുകളുണ്ട്. ഈ ഇന്ത്യൻ ബാങ്കുകളെ വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് അനുവദിച്ചിട്ട് 25,000 റുപ്യ കൊണ്ടുവരാനാണ്. ഒരു വ്യക്തിക്ക് 25,000 മാക്സിമം അത്ര വെച്ചുകൊണ്ട് മാറ്റി തരാനുള്ളൊരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് അനുവദിക്കുകയാണെങ്കിൽ സൗകര്യമാണ്. ഇനി അതാണ് ഇപ്പം നമ്മൾ നേരിട്ട് ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അല്ലാതെ മുമ്പുള്ളത് പോലെ തന്നെ നമുക്ക് പൈസ അയക്കാം, ബാങ്ക് വഴി പൈസ അയക്കുന്നതിനൊന്നും ഒരു തടസ്സമല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇനി പ്രവാസികളായിട്ടുള്ള ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ നേരിടുന്ന കാര്യങ്ങൾ, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഞാൻ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് NRE അക്കൗണ്ട് ആവാം, NRO അക്കൗണ്ട് ആവാം, FCNR അക്കൗണ്ട് ആവാം. NRE അക്കൗണ്ട് വിദേശത്തുനിന്ന് ഇന്ത്യൻ റുപ്യ അയക്കാനുള്ള അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര പൈസ അയച്ചിട്ടുണ്ടെങ്കിലും ആരും ചോദിക്കില്ല ഇത് എവിടെ നിന്നാണ് എന്താണെന്ന്, നമ്മൾ വിദേശത്തു നിന്ന് അയച്ചതാണ്. അതിനാണെങ്കിൽ അതിലുള്ള ഇൻട്രസ്റ്റിന് ടാക്സ് ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത് FCNR ഡെപ്പോസിറ്റ്, ഫോറിൻ കറൻസി ഡെപ്പോസിറ്റാണ് അത്, FCNR. അത്തരം അക്കൗണ്ടിൽ ഉള്ള ഡോളർ, സ്റ്റെർലിംഗ് പൗണ്ട്, yen ഇതൊക്കെയാണ് സാധാരണ ആളുകൾ ചെയ്യാറ്. അത് വളരെ അപൂർവ ആളുകൾ, അത് വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ അധികം ചെയ്യാറുള്ളൂ. അതിലും ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. അതിലേക്ക് എത്ര പൈസ അയച്ചാലും ഒരു പ്രശ്നമില്ല, ഒരാരും തന്നെ ചോദിക്കാൻ പോകുന്നില്ല. മൂന്നാമതൊരു അക്കൗണ്ട് ഉണ്ടാവേണ്ടത്, ഒരു പ്രവാസി ആയി കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ട കാര്യം, നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. വിദേശത്ത് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ NRO അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള വല്ല വരുമാനം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യാനാണ് NRO അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. NRO അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് ചോദിക്കും. FCNRഉം NREയും സോഴ്സ് ഒന്നും ചോദിക്കുന്നില്ല, വിദേശത്തുനിന്ന് വരുന്നതാണ്.
NRO അക്കൗണ്ടിലാണ് നമ്മുടെ പൈസ ഉള്ളതെങ്കിൽ അത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കും. ഉദാഹരണമായിട്ട് നമ്മളൊരു വസ്തു വിൽക്കുന്നു, ആ വസ്തു വിറ്റ് കഴിഞ്ഞാൽ പണം അതിൽ ക്രെഡിറ്റ് ചെയ്യും. കാർഷിക മേഖലയിൽ നിന്ന് ലാഭമുള്ളവർ ഉണ്ടായിരിക്കും, വരുമാനമുള്ളവർ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർ അത് ക്രെഡിറ്റ് ചെയ്യും. റെന്റൽ ഇൻകം ഉള്ളവരുണ്ടാവും, അത് ക്രെഡിറ്റ് ചെയ്യും. പിന്നെ നാട്ടിൽ ചിലർ ടാക്സി, ഓട്ടോറിക്ഷ ഇതൊക്കെ വാങ്ങി ഇട്ടിട്ട് അതിൽ നിന്ന് ഇൻകം കിട്ടുന്നവരുണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻകം പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിലുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് NRO അക്കൗണ്ടാണ്. NRO അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. ₹1 പോലും ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് 30% ടാക്സ് പോകും. അപ്പോൾ ആരും തന്നെ NRO അക്കൗണ്ടിൽ പണം സൂക്ഷിച്ചു വെക്കാതിരിക്കലാണ് നല്ലത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വേണം, നമ്മുടെ കുടുംബത്തിന്റെ ചെലവുകൾക്ക് പണം വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൽ വരുന്ന പണം ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് പലിശരഹിതമായ വിധത്തിലുള്ള നിക്ഷേപങ്ങൾ പലതും ഉണ്ട്. ആ നിക്ഷേപങ്ങൾ നടത്താൻ ഉദാഹരണമായിട്ട് മ്യൂച്വൽ ഫണ്ട്, ഓഹരികൾ, ഇങ്ങനെയുള്ളതിലേക്ക് NRO ഫണ്ടിലുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ബാങ്കിൽ കിടന്നാൽ ഇൻട്രസ്റ്റിന് വരുന്ന ടാക്സ് ഈ കാര്യങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യാതൊരു ടാക്സും ഇല്ലാത്ത നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് NRO അക്കൗണ്ടിന്റെ സ്ഥിതി. ഇനി പലർക്കും ഭയം ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നിരന്തരം ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വ്യവസ്ഥാപിതമായ തരത്തിൽ, അതിനു മുമ്പ് 1970 വന്ന കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശമാണ്, നിങ്ങൾ പണം ഒരിക്കലും ഹവാല വഴി അയക്കരുതെന്ന്. എന്നാൽ തന്നെ ഇപ്പോഴും അങ്ങനെ അയക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ അയക്കുന്ന പണം ചിലർ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും, അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല എന്നറിയുന്നവർ ക്യാഷായിട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ റുപ്പിയുടെ ഇന്നത്തെ 500-ന്റെയും 1000-ന്റെയും ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം കറൻസി ഉണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാം. പക്ഷേ അതിന്റെ സോഴ്സ് കാണിക്കണം. അത് കാണിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 30% ടാക്സും 200% പെനാൽറ്റിയും വരും. അത് കഴിഞ്ഞുള്ള തുകയെ കിട്ടുള്ളൂ. അതിന് ബാക്കി വരുന്ന തുക എത്രയാണോ അത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അല്ലാതെ തന്നെ ഇപ്പം NRO അക്കൗണ്ടിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ധാരാളം പ്രവാസികൾ നാട്ടിലുള്ള റെസിഡന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള പൈസ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യയുടെ സോഴ്സ് ചോദിക്കും. ഇത് എവിടെ നിന്നാണെന്നുള്ളത് ചോദിക്കും. ആ ചോദിച്ചു കഴിഞ്ഞ് ഇപ്പോൾ തന്നെ അങ്ങനെ എമൗണ്ട് ഉള്ളവർക്ക് നോട്ടീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് പറയുന്നു റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നു, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പറയുന്നു ഇത്രയും എമൗണ്ട് അക്കൗണ്ടിലുണ്ട്, അതിൻ്റെ സോഴ്സ് കാണിക്കണം എന്ന് പറയുന്നു. എന്ത് ചെയ്താലും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴേ സോഴ്സ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളവർ പ്രശ്നത്തിൽ തന്നെയാണ്. അത് ഒരു ഘടകം. ഇനി രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആളുകൾ ക്രയവിക്രയം, ഭൂമി ക്രയവിക്രയം ചെയ്യുന്നു, വസ്തു വിൽപ്പന. നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെൻറ് നിശ്ചയിച്ചൊരു പ്രൈസുണ്ട്. ആ പ്രൈസിനേക്കാൾ സ്വല്പം കൂടുതലാണ് സാധാരണ ഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോൾ ആധാരത്തിൽ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്ന വിൽപ്പന അതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആധാരത്തിൽ എത്രയാണോ കാണിച്ചത് ആ സംഖ്യയാണ് വൈറ്റ് മണിയായിട്ട് കിട്ടുന്നത്. അല്ലാതെ വരുന്നത് പ്യുവർ ബ്ലാക്കാണ്. ആളുകൾ അത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ആളുകൾ പറയുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയേണ്ടതല്ലേ ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ബാങ്ക് ഉദ്യോഗസ്ഥനെ അറിയുന്നില്ലല്ലോ ഈ പണം ബ്ലാക്ക് ആണെന്ന് അറിയുന്നില്ലല്ലോ. ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാങ്കിലിരിക്കുന്നത് അയാള് മാനേജറായിട്ടിരിക്കുന്ന സമയത്ത് കഴിയുന്നത്ര അക്കൗണ്ടുകൾ ഉണ്ടാക്കി, കഴിയുന്നത്ര ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കി, ബാങ്കിന്റെ
മുമ്പിൽ സൽപ്പേരുണ്ടാക്കി ഒരു പ്രൊമോഷൻ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അയാൾ നോക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇതും കെട്ടിപ്പിടിച്ച് ചാക്കിലാക്കി കൊണ്ടു ചെല്ലുന്നത്. അവർ സസന്തോഷം സ്വീകരിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതേസമയം നമ്മുടെ നാട്ടിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ, സൊസൈറ്റികൾ, ഇതിലെല്ലാം തന്നെ മുൻകാലങ്ങളിൽ ഇങ്ങനൊരു ചോദ്യമേ ഉണ്ടായിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും പണം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം, പാൻ കാർഡ് ആവശ്യമില്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും സാധാരണ കമേഴ്ഷ്യൽ ബാങ്കിൽ ചെയ്യുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സൊസൈറ്റികളിലാണ്. അത് എവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ എൻ്റെ 2 സുഹൃത്തുക്കൾ വിളിച്ചു എന്നെ. ഈ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞ അദ്ദേഹം 28 ലക്ഷം ഉറുപ്പിയയ്ക്ക് വസ്തു വിറ്റു. 28 ലക്ഷം തന്നെ ആധാരത്തിൽ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പണം NRO അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പറഞ്ഞു അതിനേക്കാൾ നല്ലത് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ്, അത് 2 ലക്ഷമായിട്ട് 14 ആളുകളുടെ പേരിൽ ചെയ്യലാണ് നല്ലത് എന്ന് ഉപദേശിച്ചു. ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥൻ തന്നെ ഉപദേശിച്ചു. അങ്ങനെ 14 ആളുകളുടെ പേരിലാണ് ഈ 28 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 14 പേരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളല്ല, ഫിക്ടീഷ്യസ് നെയിംസ്. ഇപ്പോഴ അദ്ദേഹം വിളിച്ച് ചോദിച്ചാൽ പൈസ കിട്ടണം എന്ന് ചോദിച്ചപ്പോൾ പൈസ കിട്ടാൻ ഒരു വഴിയില്ല. കാരണം ഐഡന്റിറ്റി കാണിക്കണം. ജീവിച്ചിരിക്കാത്ത ഒരാളുടെ ഐഡന്റിറ്റി എങ്ങനെ കാണിക്കും? അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയിലാണ് കിടപ്പ്. അദ്ദേഹത്തിനോട് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഇത്രമാത്രം പെനാൽറ്റി വരും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ അവസ്ഥ എത്തിയിരിക്കുന്നു. ഇതാണ് സ്ഥിതി. എന്നതുപോലെ തന്നെ പലരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന് ആധാരം രജിസ്റ്റർ ചെയ്ത ദിവസം തന്നെ എത്ര സംഖ്യയാണോ വൈറ്റ് ആയിട്ടുള്ളത് അതും അതേ ദിവസം തന്നെ എത്ര സംഖ്യയാണോ ബ്ലാക്ക് ആയിട്ടുള്ളത് രണ്ടും കൂടി കൊണ്ടുപോയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത് കാണുന്ന ഇൻകം ടാക്സ് അതോറിറ്റീസിന് പെട്ടെന്ന് മനസ്സിലാകും ഇന്ന് നടന്നിരിക്കുന്നു, അതിൽ 2 ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നു, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റുമാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഇതിന് പുറമെ ആളുകൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതൊക്കെ ഇൻകം ടാക്സ് എങ്ങനെ അറിയുക എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ അറിയാൻ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും പാൻ കാർഡ് വേണം. നമ്മൾ ബാങ്കിൽ ഇത്രയും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻകം ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് 2,50,000 താഴെയാണെങ്കിൽ ടാക്സ് സോഴ്സ് ഡിഡക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്യും. എറ്റ് സോഴ്സ്, TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അത് സംഭവിക്കും. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ടാക്സ് പെയറാണ്, ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ്. എൻ്റെ പാൻ കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, ഏതെല്ലാം അക്കൗണ്ടിൽ നിന്ന് NRO അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം സോഴ്സിൽ കൂടെ പണം വരുന്നുണ്ട് എന്നുള്ളത് മുഴുവൻ ഓൾറെഡി അവിടെ ഉണ്ട്, മറച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പൊ പല സുഹൃത്തുക്കളും പറയാം ഇൻകം ടാക്സുകാർക്ക് എങ്ങനെ അറിയാം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്ന് അതിനൊക്കെ സംവിധാനമുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ തുടരുകയാണ് റേഡിയോ മാഗസിൻ ഓൺ യുവർ ഫേവറേറ്റ് AM സ്റ്റേഷൻ വോയിസ് ഓഫ് കേരള 1152 AM, മലയാളത്തിന്റെ നേർശബ്ദം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ മെലീന. നമ്മോടൊപ്പം ഇന്ന് സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് നിവാരണം വരുത്താവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സ്റ്റുഡിയോയിലുള്ളത്. ശ്രീ KV ഷംസുദ്ദീനാണ്. വിളിക്കാം നിങ്ങൾക്ക് 600-549996 എന്ന നമ്പറിലേക്ക്. ഒരുപാട് കോൾസ് വരുന്നുണ്ട് സർ, നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ, ചോദിച്ചോളൂ പ്ലീസ്. ചോദിച്ചോളൂ, എന്താ അറിയേണ്ടത്? പേരൊന്ന് പറയൂ. എന്റെ പേര് മനു. മനു, ചോദിക്കൂ. മിസ്റ്റർ മനുവിന് എന്താ അറിയേണ്ടത്? ചോദിച്ചോളൂ. നാട്ടിലൊരു കേസ് ഉണ്ട്. അപ്പൊ ഈ കേസിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസിന്റെ കേസാണ്. അപ്പൊ അക്കൗണ്ട് ഒന്നും പാടില്ല വക്കീല്. അപ്പൊ ഇപ്പൊ നാട്ടിൽ പോകുമ്പോ ഇവിടുന്ന് പൈസ ഇട്ടിട്ടാണ് ഞാൻ നാട്ടിൽ പോവുക. അപ്പൊ നമ്മൾ അറിയാണ്ട് ആ ഒരു പൈസ പിടിക്കുവോ, അല്ലെ നമ്മളോട് മുൻകൂട്ടി പറയോ നമ്മളോട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന ബാങ്ക് നമ്മളെ അറിയിക്കുവോ? പിന്നെ എന്തുണ്ടെന്നാണ് പറഞ്ഞത്?
എന്താണ് ഒന്നുകൂടി വ്യക്തമാക്കാമോ ചോദ്യം? ഇൻഷുറൻസ്, ഞാനൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ അതിനെ സംബന്ധിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആക്സിഡന്റിനെ സംബന്ധിച്ച്? അതെ, കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ഇത്ര ഒരു എമൗണ്ട് കൊടുക്കണം എന്ന് പേപ്പർ വന്നിരുന്നു. അപ്പൊ വക്കീല് പറഞ്ഞു നിന്റെ അടുത്ത് ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കണം എന്നില്ല, അത് അങ്ങനെ തള്ളി പോയിക്കോളും പറഞ്ഞു. എന്റെ പേരിൽ സ്വത്തുന്നുണ്ടെങ്കിൽ സ്വത്തുനിന്ന് അവരെന്തെങ്കിലും കണ്ടുകെട്ട എഴുതും, അതായത് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും, അങ്ങനെ കിട്ടിയിരുന്നു പറഞ്ഞു. അപ്പൊ അക്കൗണ്ടിൽ നമ്മൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നാട്ടിൽ പോകുമ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ ഇട്ടിട്ടാണ് പോവുക. എന്നറിയില്ലേ സുഹൃത്തെ, ഒരു കാര്യം, ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം നിയമവശമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ വശത്തെ പറ്റി എനിക്ക് അറിവില്ല. ഞാൻ അങ്ങനെ ഒരു ആൻസർ പറയുന്നത് തെറ്റാണ്. താങ്കൾ അതൊരു ലോയറോട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഇവിടെ തന്നെ ചിലപ്പോഴ ലോയറുടെ പ്രോഗ്രാം ഉണ്ടാവും. സാമ്പത്തികമായത് കൊണ്ടാണ് ഇതില് ഇത് നിയമവശമുണ്ട്. അപ്പോ അത് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. മറ്റൊരു കോളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തിത്വം തന്നെയാണ് ശ്രീ KV ഷംസുദ്ദീൻ. മറ്റൊരു കോളിലേക്ക്. ഹലോ, നമസ്കാരം. ആരാണ്? നമസ്കാരം, എന്റെ പേര് നിസാറാണ്. ഞാൻ സാറോടൊന്ന് സംസാരിക്കാം. നിസാർ എവിടുന്നാ വിളിക്കുന്നത്? സാർ, ഞാൻ ദുബായിന്നാണ് വിളിക്കുന്നത്. എനിക്ക് നാട്ടിലൊരു NRO അക്കൗണ്ട് ഉണ്ട് എന്റെ മദറിന്റെ പേരിൽ. അതിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ അതിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, മദർ അപ്പൊ ഇവിടെയാണോ? അല്ലല്ല, നാട്ടിൽ തന്നെ NRO അക്കൗണ്ട് ആവില്ലല്ലോ. മദറിന് NRO അക്കൗണ്ട് തുറക്കാൻ പറ്റില്ലല്ലോ. നാട്ടിലെ അക്കൗണ്ട് ആണുള്ളത്. അപ്പൊ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ട് മദറിന്? റെസിഡന്റ്. ഓക്കെ ഫൈൻ. റെസിഡന്റ് അക്കൗണ്ട്, ഉമ്മാന്റെ പേരുള്ള അക്കൗണ്ട്. അതിലേക്ക് നമ്മൾ ഇവിടുന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് അതിലുണ്ട്. അതൊരു കല്യാണ ആവശ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഇട്ട് പോകുന്നുണ്ട് കുറെ വർഷമായിട്ട്. അതിന് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരും സാർ? അത് ഒരു പ്രശ്നമില്ല. മകൻ എന്നുള്ള നിലയ്ക്ക് മാതാവിനും പിതാവിനും സഹോദരികൾക്കും സഹോദരനും എത്ര പൈസ വേണമെങ്കിലും ഗിഫ്റ്റ് അയക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അവരുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിങ് ചാനലിൽ കൂടെ അയക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ആ 10 ലക്ഷം ഉറുപ്പിക സേവിങ്സ് അക്കൗണ്ടിലാണ് കിടക്കുന്നതെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആ ഇൻട്രസ്റ്റിന് ബാങ്ക് അറ്റ് സോഴ്സ് ടാക്സ് ഡിഡക്ട് ചെയ്യും. അത് മാത്രമേ വരുള്ളൂ. അല്ലാതെ ആ 10 ലക്ഷം ഉറുപ്പിയക്ക് നമ്മളെല്ലാവരും, എല്ലാ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത് ഇൻകം ടാക്സ് ആണ് ഉള്ളത്. ഇൻകത്തിനാണ് ടാക്സ്. അതായത് നമ്മുടെ മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ സഹോദരനോ അയച്ചു കൊടുക്കുന്ന ആ സംഖ്യക്ക് അവരെ കയ്യിൽ അത് കിട്ടുമ്പോൾ അതിന് യാതൊരു ടാക്സും വരുന്നില്ല. അവരത് നിക്ഷേപമാക്കി ഡിപ്പോസിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിനാണ് ടാക്സ് വരുന്നത് എന്ന് ക്ലിയറായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പലരും ചോദിക്കുന്നത് അയക്കുന്ന പൈസയ്ക്ക് ടാക്സ് ഉണ്ടാവുമോ എന്നെല്ലാമാണ്. അയക്കുന്ന പൈസയ്ക്ക് ടാക്സ് ഇല്ല എന്ന് വളരെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇംഗത്തിനേ ടാക്സ് ഉള്ളൂ. വളരെയധികം നന്ദി. നമ്മൾ തുടരുകയാണ്. വിളിക്കാം 600-5499-6 ഇനി നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോകും. വോയിസ് ഓഫ് കേരള 1152 AM ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഡൗൺലോഡ് വോയിസ് ഓഫ് കേരള ആപ്പ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ. വോയിസ് ഓഫ് കേരള 1152 AM മലയാളത്തിന്റെ നേർശബ്ദം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട AM സ്റ്റേഷൻ വോയിസ് ഓഫ് കേരള 1152 AM നമ്മോടൊപ്പമുണ്ട് ശ്രീ KV ഷംസുദ്ദീൻ. സാമ്പത്തികപരമായ നിങ്ങളുടെ സംശയങ്ങൾക്കാണ് ഇന്ന് അദ്ദേഹം മറുപടി നൽകുന്നത്. മറ്റൊരു കോളിലേക്ക് പോവാം സർ. ഹലോ, നമസ്കാരം. ഞാൻ ആസി, ഞാൻ പൂജാരിയാണ് വിളിക്കണേ. ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തായിരുന്നു നാട്ടില്, ഒരു 5 lakhs. ഇപ്പൊ അപ്പൊ അവര് വേറൊരു വീട് പണിയില്ല. അപ്പൊ ഞാൻ കുറേശ്ശെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ ഫെബ്രുവരിയിലാണ്. അപ്പൊ ഇപ്പൊ ഒരു 5 lakh കൊടുക്കാം. ഞാൻ ഇപ്പൊ ഡിസംബറിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അവർക്ക്. അല്ല, ഡിസംബറിലല്ല, ഒക്ടോബറിൽ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്ന നമുക്ക് നാട്ടിൽ നിന്ന് പൈസ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. NRE അക്കൗണ്ടിൽ പൈസ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ചെക്ക് കൊടുത്താലും അവർക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കാം? പിന്നെ അവര് പറഞ്ഞു ഇവിടുന്ന് 2-3 ആളുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അല്ല, ചെക്ക് കൊടുത്താൽ അവർക്ക് അവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റൂലേ? താങ്കളുടെ ചെക്ക് കൊടുത്താൽ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് താങ്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ നേരത്തെ ഇതിന്റെ ആദ്യ ഭാഗത്ത് സംസാരിച്ചിരുന്നു. ഇപ്പൊ നാട്ടില് ഒരു പ്രവണത ഇതുവരെ ഉണ്ടായിരുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ വിൽക്കുന്ന വില
വാങ്ങുന്ന വില ആധാരത്തിൽ കാണിക്കാറില്ല. ഈ ക്രയവിക്രയത്തിൽ ഇനി അങ്ങോട്ട് അത് കാണിച്ചേ തീരൂ. അത് കാണിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെറിയ ലാഭം നോക്കിയിട്ടാണ് ഇത് വിൽക്കുന്ന ആള് വിചാരിക്കും മുഴുവൻ സംഖ്യ കാണിച്ചാൽ ഞാൻ ക്യാപിറ്റൽ ഗെയിൻ കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന. വാങ്ങിക്കുന്ന ആള് വിചാരിക്കും ഞാനിത് ശരിക്കുള്ളത് കാണിച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് കൂടുതൽ ചെലവ് വരും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ശരിക്കുള്ള വില കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, നമ്മൾ കൊടുക്കുന്ന പൈസ ഇപ്പൊ നമുക്ക് ചെക്ക് കൊടുത്താലും അവർക്ക് അത് അതിന് പൈസ എടുക്കാൻ പറ്റുമോ ആവശ്യത്തിന്? അവർക്ക് ചെക്കായിട്ട് 24,000 രൂപയാണ് ഇപ്പൊ ഒരാഴ്ചയിൽ എടുക്കാൻ പറ്റാന്ന് പറഞ്ഞത്. അതെ, ചെക്കായിട്ട് കൊടുത്താൽ അവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമല്ലോ. താങ്കൾ ചെക്ക് കൊടുത്താൽ അവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അത് പിന്നെ അവരിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഇവിടുന്ന് അവരുടെ ആരെങ്കിലും അക്കൗണ്ടിൽ 2-3 ആളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അത്തരം കാര്യങ്ങള് എനിക്ക് അതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന സാമ്പത്തിക മേഖലയോട് ബന്ധപ്പെട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനൊരു മീഡിയയിൽ കൂടെ പറയുമ്പോൾ എനിക്ക് ഉപദേശിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ടാലും ഞാൻ അത് തന്നെയാണ് പറയാ. അതെ, മറ്റുള്ള കുറുക്ക് വഴി കണ്ടാൽ പോയി അതിന്റെ പിറകിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകും എന്ന് മനസ്സിലാക്കണം എല്ലാവരും. ഓക്കെ, വളരെ നന്ദി. മറ്റൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? ഗോപനാണ് വിളിക്കുന്നത്. ഓക്കെ ഗോപൻ, ചോദിക്കൂ പ്ലീസ്. ഗോപൻ ചോദിക്കൂ, എന്താ അറിയേണ്ടത്? നമസ്കാരം സാറേ. ബഹ്റൈനിൽ ബ്രാഞ്ച് ഉണ്ടോ സാറേ? ബഹ്റൈനിലെ BBK ആണ് ഞങ്ങളുടെ ബ്രാഞ്ച്. അതായത് ഇതുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന്റെ നേരെ മുമ്പിലുണ്ട് BBK. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ. മനസ്സിലായി. സാറേ, എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. എനിക്ക് നാട്ടില് സാധാരണ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. നാട്ടിൽ ഞാനിപ്പോ വന്നിട്ട് ഇവിടോട്ട് വന്നിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ NRIയുടെ ഞാൻ ഇതുവരെ പൈസ ഞാൻ അയച്ചുകൊണ്ടിരുന്നത് ആ സാധാരണ ഉള്ള അക്കൗണ്ടിലേക്ക്, സേവിംഗ് അക്കൗണ്ടിലേക്കാണ് കൊണ്ടിരുന്നത്. അവിടുന്ന് വീട്ടിൽ നിന്ന് അവര് ATM കാർഡ് വഴിയാണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് എനിക്ക് അങ്ങനെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലല്ലോ? ഒന്നും വരില്ല. താങ്കൾ ഇവിടുന്ന് അയക്കുന്ന പൈസയാണ്. അവിടെ ഒരൊറ്റ തെറ്റേ ഉള്ളൂ. NRI ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് റെസിഡന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല, NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഏറ്റവും നല്ലത് ഈ NRI അക്കൗണ്ട് ഇപ്പോൾ ഒരു അക്കൗണ്ട് താങ്കളുടെ സേവിങ്സിന് വേണ്ടിയിട്ട് വെക്കുക, സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഒരു അക്കൗണ്ട് താങ്കളുടെ വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട്, അതായത് വീട്ടുകാർക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റാവുന്ന അടുത്തുള്ള ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇനി 2 or 3 എത്ര വേണമെങ്കിലും ചെയ്യാം, എത്ര ബാങ്കുകളിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇപ്പൊ താങ്കൾ കൊടുത്തതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ കൊടുത്തിട്ട് ATM കാർഡ് കൊടുത്ത് പൈസ മേടിക്കാനെന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ ബാങ്കിൽ തന്നെ താങ്കൾക്ക് NRI അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് അയച്ചിട്ട് ആ റെസിഡന്റ് അക്കൗണ്ടിൽ നിന്ന് ATM വഴി പണം എടുക്കുന്നതിന് പകരം NRI അക്കൗണ്ടിൽ നിന്ന് തന്നെ താങ്കളുടെ വൈഫിനോ അല്ലെങ്കിൽ ആരാ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ATM കാർഡിൽ നിന്ന് എടുത്ത് ചെലവുകൾ നടത്താം. അപ്പൊ അതാണ് റെസിഡന്റ് അക്കൗണ്ട് NRI ആക്കി മാറ്റാൻ പറ്റില്ല. NRO വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്യാം. NRO അക്കൗണ്ട്, NRO. അപ്പൊ സാറേ, എനിക്കൊരു പ്രത്യേക ഒരു ആവശ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27-ാം തീയതി ഒരു കല്യാണത്തിന് വേണ്ടി കുറച്ച് പൈസ ഞാൻ ഈ സേവിംഗ് അക്കൗണ്ട് ഉണ്ട്, അത് എന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഞാൻ ആ പൈസ അയച്ചേക്കുന്നത്. പക്ഷെ അതിപ്പോ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ അതിപ്പോ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു അവർക്ക് ചെക്ക് കൊടുക്കുക. ചെക്ക് നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് വഴി രജിസ്റ്റേർഡ് മെയിലായിട്ട് ചെക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പോകുമ്പോൾ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ പോകുമ്പോൾ ക്രോസ്ഡ് ചെക്ക് അയച്ചു കൊടുക്കുക അവരുടെ പേരില്ല. ഓക്കെ. സാറേ, ഇതിന്റെ കാര്യം കുറച്ചും കൂടെ ഒന്ന് സംസാരിക്കണം സാറേ. ഈ SBIക്കാർ ഈ ലോണെല്ലാം എഴുതി തള്ളിയത് സാധാരണപ്പെട്ടവർ ആ വിഷയം ഇവിടെ അല്ല. ആ വിഷയം എന്നെ വേദനപ്പെടുത്തുന്ന വിഷയമാണ്. പക്ഷെ ഇതില് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുപലിശ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ഈ സാറിന്റെ ബാങ്കിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും കൂട്ടുപലിശ ഉണ്ട്. ഇതും കൂടി വരുന്നത് നമ്മൾ ഇവിടെ എന്റെ മുമ്പിൽ കാണുന്നത് SBI 7,000 കോടി കിട്ടാക്കടം എഴുതി തള്ളുന്നു എന്നാണ്. അതൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് സങ്കടം തന്നെയാണ്, വളരെയധികം സങ്കടമാണ്. നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യം തന്നെയാണത്.
ആ തീർച്ചയായിട്ടും സാർ അതിനെക്കുറിച്ച് ശരിയായിട്ടൊന്ന് സംസാരിക്കണം. അല്ല, ശരിയായിട്ട് സംസാരിക്കുന്ന നിങ്ങളും ഞാനും കണ്ട കാര്യം, ഞാനിവിടെ സംസാരിച്ചിട്ട് ആര് കേൾക്കാനാണ്? നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള വഴികളാണ് നമ്മൾ ഈ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിന് വേറെ ചർച്ചകളുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഒരുപാട് കോൾസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഒരു വേദിയിൽ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിലുള്ളത് ശ്രീ KV ഷംസുദ്ദീൻ കാലിക്കറ്റ്. വിളിച്ചോളൂ 654-9996 എന്ന നമ്പറിലേക്ക്. മറ്റൊരു കോളിലേക്ക് പോകുന്നു. ഹലോ, രാജനാണ് സംസാരിക്കുന്നത്. ഹായ് രാജൻ, ചോദിച്ചോളൂ പ്ലീസ്. രാജൻ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ദുബായിൽ നിന്ന്. എന്താ അറിയണ്ടോ ചോദിക്കൂ രാജൻ. ഞങ്ങളൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടിയായിരുന്നു. അപ്പൊ അത് ഞങ്ങളെ വൈഫിന്റെ പേരിലാണ്, ഞങ്ങളുടെ ഭാര്യമാരുടെ പേരിലാണ് പൈസ അത് കിട്ടിയത്. ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അപ്പൊ അത് ഞങ്ങൾ സാറിനെങ്കിൽ 75,000 റുപ്യന്റെ ബോണ്ടാക്കിയിട്ട് ഇട്ടതാ, 10 ബോണ്ടാക്കിയിട്ട്. അപ്പൊ അതിന് ടാക്സ് എന്തെങ്കിലും വരുമോ എന്നുള്ളതാണ്. താങ്കള് ആ പ്രോപ്പർട്ടി വിറ്റത് ഞാൻ ഇപ്പൊ നേരത്തെ ചോദിച്ച ആളോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കണം. അതിലെ ആധാരത്തിൽ കാണിച്ച പൈസ എത്രയുള്ളത്? ആധാരത്തില് 1 ലക്ഷം കൂടുതലുണ്ട്. എത്ര? ആധാരത്തിൽ കാട്ടിയതിനെക്കാട്ടും 1 ലക്ഷം കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ 7 ലക്ഷം റുപ്യാണ് ശരിക്കും ആധാരത്തിൽ കാട്ടിയത്. പക്ഷെ 9 ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം തുച്ഛമായിട്ടുള്ള പ്രശ്നം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. താങ്കളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആധാരം കയ്യിലുണ്ട്. 1.5 ലക്ഷത്തിൻ്റെത് പിന്നെ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. ഇല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. താങ്കളെ സംബന്ധിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. മറ്റൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, ഹലോ, റേഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കൂ പ്ലീസ്. പേര് പറയൂ. റേഡിയോ ഓഫാണ്. താങ്ക് യു. പേര് അഷ്ഫാഖ്. അഷ്ഫാഖ്, ചോദിക്കൂ പ്ലീസ്. അഷ്ഫാഖ്, എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. അലൈക്കും സ്ലാം. ഞാനൊരു ചെറിയ ഒരു ഇത് തുടങ്ങാനായിട്ടാണ്. ഞാൻ നാട്ടിൽ ഇപ്പൊ പോയി വന്നു, പാൻ കാർഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ചെറിയ നിരക്ക് ഒരെണ്ണം തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. എവിടെയാണോ? ദുബൈയിലാണോ? ഞാൻ എന്റെ വിസ ശരിക്കും ഫുജിയറിലാണ്. എവിടെയാണ് ഉള്ളത്? ഇപ്പൊ അജ്മാനുള്ളത്. അജ്മാനില്. ഷാർജയിൽ ഞങ്ങൾക്ക് ഓഫീസുണ്ട്. ആ ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ ചെയ്യാൻ പറ്റും. ഷാർജയിൽ അൽഖാനില് പെട്രോഫാക്കിന്റെ മുമ്പില് അൽഖാന ബിസിനസ് സെന്ററിൽ ഞങ്ങൾ ഓഫീസുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ടത് ചെയ്യാൻ പറ്റും. സാറേ, ആ ഗ്രൂപ്പിൽ ഈ നമ്പർ നേടും. ആ ഗ്രൂപ്പ് എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് അഡ്മിന്മാരുടെ ഗ്രൂപ്പാണ്. താങ്കൾക്ക് അഡ്മിൻ ഉണ്ടെങ്കിൽ താങ്കൾ ഒരു മെസ്സേജ് അയച്ചാൽ ആഡ് ചെയ്യാം. വ്യക്തികളെ ആഡ് ചെയ്യാറില്ല. തുടരുകയാണ് നമ്മൾ. റേഡിയോ മാഗസിൻ ഓൺ യുവർ ഫേവറേറ്റ് AM സ്റ്റേഷൻ വോയിസ് ഓഫ് കേരള 101.52 AM മലയാളത്തിന്റെ നേർശബ്ദം. കൃത്യം UAE ഒമാൻ സമയം 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. സൗദി ഖത്തർ ബഹ്റിൻ സമയം 11 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. മറ്റൊരു കോളിലേക്ക് കൂടി പോകുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം. ആരാണ്? ഹലോ, മോഹനാണ്. ഹായ് മോഹൻ, ചോദിച്ചോളൂ. ശ്രീ KV ഷംസുദ്ദീൻ നമ്മോടൊപ്പം ഉണ്ട്. മിസ്റ്റർ മോഹൻ, ചോദിച്ചോളൂ, എന്താ അറിയണ്ടേ? സാറേ, ഞാൻ എന്റെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരു 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഗിഫ്റ്റ് ആണോ ലോൺ ആണോ? അല്ല, ഞാനത് കിറ്റ് എടുത്തു കൊടുത്തതാ. അതന്നെ കൊടുത്തിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണോ ലോൺ ആയിട്ട് കൊടുത്താണോ? അല്ല, കടമായിട്ട് കൊടുത്താണ്. അവരിപ്പോ വസ്തു വിറ്റിട്ട് ഈ പൈസ എനിക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇത് ഈ നോട്ട് ചേഞ്ച് ആവുന്നതിന്റെ തലേ ദിവസമാണ് ഈ പൈസ വീട്ടിൽ വരുന്നത്. അത് എന്റെ അടുത്തുണ്ട്. ഓക്കെ, അത് താങ്കൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്താന്ന് പറഞ്ഞാൽ താങ്കളുടെ കയ്യിൽ പ്രൂഫുണ്ട്. ചെക്കായിട്ട് ലോൺ കൊടുത്തതായിട്ട് പ്രൂഫുണ്ട്. അല്ല, ഒരു 5 ലക്ഷത്തിന്റെ ചെക്കും 5 ലക്ഷം ക്യാഷ് എടുത്തു, 10 ലക്ഷം ക്യാഷ് എടുത്തു കൊടുത്ത്. അതെ, അപ്പൊ അത് താങ്കൾ അത് ഇൻകം ടാക്സ് ചോദിക്കുക. ഇൻകം ടാക്സ് ചോദിച്ചാൽ ഇൻകം ടാക്സുകാർക്ക് തൃപ്തികരമാവുന്ന റിപ്ലൈ കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കണം. ഇങ്ങനെ കല്യാണം ഉണ്ടായിരുന്നെന്നും ആ കല്യാണത്തിന് വേണ്ടി ഞാൻ ഇത്ര കൊടുത്തിരുന്നു എന്നും താങ്കൾ എടുത്ത പൈസ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ താങ്കൾക്ക് സാധിച്ചെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോഴ്സ് ആണ് അവർ ചോദിക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ശ്രീ KV ഷംസുദ്ദീൻ നമ്മോടൊപ്പം ഉണ്ട്. പേര് പറയൂ. നമസ്കാരം, എന്റെ പേര് മുസ്തഫ. മുസ്തഫ, ചോദിച്ചോളൂ, എന്താ അറിയേണ്ടത്? നമസ്കാരം സാർ. വേഗം ചോദിച്ചോളൂ, കാരണം കഴിയുന്നത്ര ആളുകളുടെ കോൾ കൊടുക്കാൻ വേണ്ടി. ഓക്കെ സാർ.
എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ഒരു NRI ഉണ്ട്, ഒരു SB അക്കൗണ്ട് ഉണ്ട്. ഇത് രണ്ടായിട്ട് തന്നെ നിലനിർത്തുന്നതിൽ വല്ല അതായത് നിയമം പറയുന്നത് NRI ആയി കഴിഞ്ഞാൽ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല, NRO അക്കൗണ്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഞാൻ അഡ്വൈസ് ചെയ്യുക, ഒരു NRO അക്കൗണ്ട് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിലവിലുള്ള റെസിഡന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ ചെക്ക് ഈ NRO അക്കൗണ്ടിലേക്ക് ഇടുക, എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക. ഈ NRI വേറെ നിലനിർത്താൻ പറ്റുമോ? NRI ഉണ്ടായിക്കോട്ടെ, NRI എന്തായാലും വേണമല്ലോ. അതെ, NRI വേറെ വെക്കുക, ഈ പുതിയ NRO ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് ഈ റെസിഡന്റ് അക്കൗണ്ടിലുള്ള അത് NROയിലോട്ട് മാറ്റുകയും ചെയ്യാം. അപ്പൊ അതെ, ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. മറ്റൊരു കോളിലേക്ക്. ഹലോ ഹലോ, നമസ്കാരം, ആരാണ്? നമസ്കാരം, ഞാനൊരു ഹംസയാണ്. ഹംസ, ചോദിക്കൂ. ഹംസ ചോദിച്ചോളൂ. സാർ, ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞത് അത് എത്ര % നമ്മൾ കൊടുക്കേണ്ടി വരിക? അത് കണക്ക് കൂട്ടുക. ഇപ്പോൾ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നതിനനുസരിച്ച് അതിനൊരു ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ വെച്ച് കണക്ക് കൂട്ടിയിട്ടാണ് അത് നിശ്ചയിക്കുക. അപ്പോൾ അതായത് നമുക്കൊരു 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി വിറ്റ് 20 വർഷം വെച്ചതിന് ശേഷമാണ് വിറ്റെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ നമുക്ക് 50 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 50 ലക്ഷം റുപ്യക്ക് പ്രോഫിറ്റിന് മുഴുവൻ സംഖ്യയ്ക്കും കൊടുക്കേണ്ടതില്ല. ഇൻഡെക്സേഷൻ നടത്തുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ സംഖ്യയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുള്ളൂ. അത് ഏകദേശം 30% വരും. എത്ര %? 30. സാറ്, ഞാനൊരു 10 സെന്റ് സ്ഥലം കൊടുക്കാനിട്ടിട്ട് അത് കച്ചവടമായി കിടക്കുന്നതാണ്. ഇപ്പോ അതിന്റെ കാശ് ഇപ്പൊ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയോളം കിട്ടും അത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ എങ്ങനെ ബാങ്കിൽ അത് അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും? പഴയ നോട്ട് ആധാരത്തിൽ എത്രയാണോ കാണിച്ച് ആ സംഖ്യ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, അവര് ചെക്കായിട്ട് വാങ്ങിക്കുക. ചെക്കായിട്ട് വാങ്ങി. അതെ, ഡെപ്പോസിറ്റ് ചെയ്യാം. അതിൽ കൂടുതലുള്ള കാശിനാണ് നമുക്ക് കണക്കില്ലാതെ. അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇനിയുള്ള കാലത്ത് അത് സാധിക്കില്ല. താങ്കൾ വിൽക്കുന്നത് 50 ലക്ഷത്തിനാണെങ്കിൽ 50 ലക്ഷം തന്നെ ആധാരത്തിൽ കാണിക്കുക. എന്നിട്ട് അവരോട് ചെക്കായിട്ട് തരാൻ പറയാം. സാർ, എന്തായാലും നമ്മളിപ്പോ ബാങ്കിൽ ഇപ്പൊ 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ ടാക്സ് പിന്നത്തെ വർഷം കൊടുക്കേണ്ടി വരും? അത് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. സാധാരണ ചെയ്യേണ്ടത്, സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ഈ വർഷം വിറ്റിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വിറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ഓഡിറ്റർ നോക്കും ഈ വസ്തു എന്ത് വിലക്കാണ് നേരത്തെ വാങ്ങിച്ചതെന്ന്, എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കും. അത് ഇൻഡെക്സേഷൻ വെച്ചിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും നോക്കും. അതിൽ ഒരു വർഷത്തിൽ വേറെ താങ്കൾക്ക് ഇൻകം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, താങ്കൾ 60 വയസ്സോ അതിൽ താഴെയുള്ള ഒരാളാണെങ്കിൽ താങ്കൾക്ക് 2,50,000 റുപ്യ ഒരു ടാക്സും ഇല്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്ന് ഈ 2,50,000 കഴിച്ച് ബാക്കി വരുന്ന സംഖ്യക്ക് താങ്കൾ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. സാറ്, നമ്മളിത് സ്ഥിരമായിട്ട് ബാങ്കിൽ ഈ 50 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതായത് 50 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിന് നമുക്ക് കിട്ടുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിന് 7% കിട്ടുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് 7 × 50. അതെ, അത്ര 50 ലക്ഷത്തിന് 7% വെച്ചുള്ള എത്ര കിട്ടുമോ അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം 2,50,000 അത് കുറക്കും. പിന്നെ 10,000 റുപ്യ ഇൻട്രസ്റ്റ് ആയിട്ട് എക്സംഷൻ കിട്ടും. അപ്പോൾ 2,50,000 51,000. അല്ല, 60,000 2,60,000 കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ എത്രയാണുള്ളത് അത് 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 10% ആണ് ടാക്സ് വരിക. ഇപ്പൊ 50 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 5 ലക്ഷത്തിൽ താഴെയാണ് വരുന്നത്. അതെ അതെ അതെ. അല്ലാതെ ഈ ടോട്ടൽ എമൗണ്ടിന് നമുക്ക് പിന്നീട് എല്ലാ വർഷവും ഒന്നും വേണ്ടി വരില്ല. ടോട്ടൽ എമൗണ്ടിന് വേറെ കാര്യം. അത് വസ്തു വിറ്റപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ലാഭം എത്രയെന്ന് ഇൻഡെക്സേഷൻ കണക്കാക്കിയിട്ട് അതിന് ടാക്സ് വേറെ വരും.
ഓക്കെ ഓക്കെ ഓക്കെ. ആ എമൗണ്ടിന് വേറെ ടാക്സ് വരും? അത് വൺ ടൈം വരുന്നതാണ്. അത് ശരി, അത് ശരി. അതേസമയത്ത് ഇൻട്രസ്റ്റിന് എല്ലാ വർഷവും വരും. അതിനാണ് ആദ്യം പറഞ്ഞാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ സാർ, ഓക്കെ സാർ. ഈ ക്യാപിറ്റൽ ഗെയിൻ മറ്റു ചില കാര്യങ്ങൾക്കുണ്ട്. ഓഹരി വാങ്ങിച്ചു, മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു, ഒരു വർഷം തികയാതെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അതേ സമയത്ത് ഒരു വർഷത്തിന് ശേഷമാണ് ഓഹരിയും മ്യൂച്വൽ ഫണ്ടും വിൽക്കുന്നതെങ്കിൽ നമ്മൾ യാതൊരു ടാക്സും കൊടുക്കേണ്ടതില്ല. എത്ര ലാഭം ഉണ്ടാക്കിയാലും ടാക്സ് കൊടുക്കേണ്ടതില്ല. അതും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും ഷംസുദ്ദീൻ ജി, നമ്മുടെ സമയവും ഇവിടെ പൂർണ്ണമാകുന്നു. കൃത്യമായി വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ കോൾസ് നമുക്ക് ധാരാളമുണ്ട്. തീർച്ചയായിട്ടും അങ്ങേ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് കൊടുത്തിട്ട് തന്നെ ഇന്ന് ഷോ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. ശ്രീ KV ഷംസുദ്ദീനെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ 0097150646780. I repeat, 0097150646780. ഈ നമ്പറിൽ ശ്രീ KV ഷംസുദ്ദീനെ നിങ്ങൾക്ക് ലഭ്യമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതുപോലെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ kvshams@gmail.com മെയിൽ അയച്ചാലും, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ വേണമെങ്കിൽ അതിനും മെയിൽ അയച്ചാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അതുപോലെ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് വോയിസ് ഓഫ് കേരളയ്ക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും വലിയൊരു ലിസണേഴ്സിനെ അഭിസംബോധന ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും അതിനുള്ള തെളിവാണ് ഇപ്പോൾ അങ്ങയുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നമ്പർ പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് മുഴുവൻ GCCയിൽ അങ്ങോളം ഇങ്ങോളം നിന്നുള്ള കോളുകൾ കൊണ്ട് ചിലപ്പോൾ അവിടെ ജാം ആവും. ഓക്കെ, ഉറപ്പിച്ചിട്ടുള്ളതാണ്. യെസ്, പക്ഷേ ഈ ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ടല്ലോ, അതിനൊരു വലിയ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനം ഞങ്ങളും ഹൃദയപൂർവ്വം അങ്ങേ അറിയിക്കുകയാണ്. വളരെ എനർജറ്റിക് ആയിട്ട് ഒരു നിമിഷം പാഴാക്കാതെ ഓടി നടന്ന ഒരുപാട് പേർക്ക് വളരെ നല്ല അഡ്വൈസ് ആണ് ഈ മേഖലയിൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംതൃപ്തിയും സന്തോഷം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഫോണിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, കണ്ടമൻ നമ്പർ വരുന്നുണ്ട്, കോള് വരുന്നുണ്ട്, മിസ് കോള് വരുന്നുണ്ട്. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും എടുത്ത് സംസാരിക്കും. അഥവാ നിങ്ങൾക്ക് എന്നെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കണം. കാരണം അത്രമാത്രം മിസ് കോളാ വരുന്നത്. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ എന്നെ കിട്ടും. പിന്നെ ദിവസങ്ങൾ അങ്ങ് മാറുമ്പോഴേക്ക് തിരക്കൊന്ന് കുറയും. അപ്പൊ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. എല്ലാവർക്കും നന്ദി, വീണ്ടും നന്ദി, നമസ്കാരം.